Hello dears, shall we read unit number 2, A Piece of Cake? പിന്നെ കുറേ ബേബി എലിഫൻസിൻ്റെ ട്രങ്കും കാണാം അല്ലേ. ട്രങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ തുമ്പിക്കൈ. അപ്പോൾ എലിഫൻറ്റുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പാഠമാണ്, നമുക്ക് വായിച്ചു നോക്കാം. Listen to a teacher. The mother elephant looks sad. Why is the mother elephant sad? എന്തുകൊണ്ടാണ് മദർ എലിഫൻറ്റ് സാഡ്? മദർ എലിഫൻറ്റ് എന്താ പറയുന്നത്? ഐ ആം വെരി ഫാറ്റ്, ഞാൻ തടിച്ചു. ആൾക്ക് സങ്കടമായി. അപ്പോൾ മറ്റൊരു ബേബി പറയാണ്, ഓ യു ആർ നോട്ട് ടു ഫാറ്റ്, അത്ര തടിയൊന്നുമില്ല അമ്മേ. ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. ചെറിയ കുട്ടി പറയാണ്, അമ്മക്ക് വലിയൊരു വയറുണ്ട്. ലിസൺ. എന്നിട്ട് അവർ ആരാധിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? മോം യു ആർ സ്ട്രോങ്. അമ്മേ അമ്മക്ക് നല്ല ശക്തിയില്ലേ. യു ആർ ക്യൂട്ട് ടു. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്. ഇസ് ഇറ്റ്? ലിസൺ ടു യുവർ ടീച്ചർ. The mother elephant prepared breakfast. Come, it's time for breakfast, she called out. What did they have for breakfast? അങ്ങനെ അമ്മ അവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വിളിച്ചു. എന്തായിരിക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക? All sat for breakfast. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. What is for breakfast today, Mom? asked Luke. ലൂക്ക് ചോദിച്ചു, എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അപ്പം അമ്മ പറഞ്ഞു, വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നമുക്കിന്ന് കോക്കനട്ടും തേങ്ങയും ഷുഗർ കെയിൻ കരിമ്പുമാണ്. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇന്നോട്ട് കേക്കും ബിസ്ക്കറ്റും ഇല്ല. സെഡ് ദ മദർ എലിഫന്റ്. ബട്ട് വൈ? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ് സാഡ്ലി. അതെന്താ അമ്മേ? ബേബി എലിഫന്റ് സങ്കടത്തോടെ ചോദിച്ചു. വി ആർ ഓൾ ഫാറ്റ്. നമ്മളെല്ലാം തടിച്ചിട്ടാ. വി ഹാവ് ടു ഈറ്റ് ലെസ്. നമ്മൾ കുറച്ച് കഴിച്ച് ആൻഡ് വർക്ക് മോർ. നല്ലോണം അധ്വാനിക്കണം. ദ മദർ റിപ്ലൈഡ്. മദർ പറഞ്ഞു. വിൽ ദേ എഗ്രി വിത്ത് മോം? അവർ അമ്മയോട് പറയുന്നതിനോട് സമ്മതിക്കുമോ? ഹിയർ വി ക്യാൻ സീ ദേ ആർ ഈറ്റിംഗ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. മദർ എലിഫൻ്റ് ആൻഡ് ഹെർ ബേബി കിഡ്സ് അല്ലേ. കിഡ്സ് കാഫ് എന്ന് പറയും ബേബി എലിഫൻറ്റിന്. എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൗ ലിസൺ ടു യുവർ ടീച്ചർ. The elephant kids went to school. In the evening they came back home. What do you usually do after school? സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക? ടി വി ഒക്കെ നോക്കും അല്ലേ. എന്താ നമ്മുടെ ബേബി എലിഫൻറ്റ് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് us read. Mom, can we watch television? നമ്മൾ ടി വി നോക്കിക്കോട്ടെ. asked Brown, the eldest. So who is the eldest kid of this മദർ എലിഫൻറ്റ്? മദർ എലിഫൻറ്റ് എൽഡസ്റ്റ് കിഡിൻ്റെ പേരെന്ത്? എൽഡസ്റ്റ് ആണ് മൂത്ത കുട്ടി. ബ്രൗൺ. ബ്രൗൺ എന്നാണ് പേര്. കാപ്പി എന്നല്ല അർത്ഥം. ചില നാട്ടിൽ ബ്രൗൺ എന്ന് പറഞ്ഞാൽ പേരുമാണ് കേട്ടോ. നോ ടൈം ഡിയേഴ്സ്, നമുക്ക് സമയമില്ല. പുട്ട് യുവർ ബാഗ്സ് ഡൗൺ ആൻഡ് ഫോളോ മീ. നിങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ വാ. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ ഓടാൻ പോവാണ്. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രെറ്റി ഹെവി. നമ്മൾ കനം കൂടി കൂടി വരിക. സെഡ് ദ മദർ എലിഫന്റ്. ദേ വെൻ ഫോർ എ ജോഗ്. അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാം ദേ ഗോ ഫോർ ജോഗിങ്, റണ്ണിങ്ങിന് അവർ പോയി. വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? എവിടെ എല്ലാവരും ജോഗിങ്ങിന് പോവുക? സ്ട്രീറ്റിലല്ലേ. ഓക്കെ. ഹിയർ യു ക്യാൻ സീ മദർ എലിഫൻറ്റ് ഈസ് ഓൺ ദ വെയിങ് മെഷീൻ. വെയിങ് മെഷീനിൽ കയറി നിൽക്കുകയാണ്, വെയിറ്റ് നോക്കുകയാണ്. ബേബി എലിഫൻറ്റ്സ് ഒക്കെ ചുറ്റും നിന്ന് നോക്കുന്നുണ്ട്. നൗ ലെറ്റ് us read. Listen dear teacher. The family came back after a run. The kids were tired. ഓടി ടയേർഡായിട്ടാ തിരിച്ചെല്ലാവരും വന്നു. ടയേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. The kids are tired. What will mother give to them? കിഡ്സൊക്കെ ടയേർഡായി. എന്താ അമ്മ അവർക്ക് കൊടുക്കുക? Is tea ready, mom? asked Della. ഡെല്ല ചോദിച്ചു, അമ്മ ചായ റെഡിയായോ? No tea today. Let us drink bitter gourd juice. അയ്യോ, bitter gourd എന്തങ്ങനെ പറഞ്ഞാലേ? bitter കയ്പ്പ്, ഗോഡ് കയ്പക്കയുടെ ജ്യൂസ്. ലെറ്റ് us drink bitter gourd juice. നമ്മൾ ഇന്ന് തൊട്ട് നോ ടീ ടുഡേ. വി ആർ ഗോയിങ് ടു ഡ്രിങ്ക് bitter gourd juice, said the mom. Oh my God. Della put her hands on her head. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് ഡെല്ല രണ്ട് കൈയും ഡെല്ല put her hands on her head. രണ്ട് കൈ അവളുടെ തലയിൽ വെച്ചു. ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. What is wrong with mom? asked the baby elephant. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? Will the kids like bitter gourd juice? Why? കുട്ടികൾക്ക് bitter gourd juice ഇഷ്ടാവോ? നിങ്ങൾക്ക് ഇഷ്ടാവോ? ഇല്ല അല്ലേ. കഴിക്കും. എല്ലാവരുടെ ഫേസ് നോക്ക്. സി ഓൾ ആർ സ്കേർഡ്. എല്ലാവർക്കും എല്ലാവരുടെ ഫേസ് നോക്കി അമ്മ bitter gourd ജ്യൂസും കൊണ്ട് വരികയാണ്. ഓക്കെ.
Now, listen to your teacher. The kids went to their study room. All were hungry. എല്ലാവരും സ്റ്റഡി റൂമിൽ പോയി. എല്ലാവരും എങ്ങനെയാണുള്ളത്? ഹാപ്പി ആണോ? അല്ല, എല്ലാവരും ഹംഗ്രി, വിശന്നിട്ടാണ് ഉള്ളത്. Where has the father elephant gone? എവിടെയായിരിക്കും നമ്മുടെ ഫാദർ എലിഫൻറ്റ് പോയിട്ടുണ്ടാവുക? Let us read. Late in the evening, അങ്ങനെ രാത്രി കുറേ ഇരുട്ടിയപ്പോൾ ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാദർ എലിഫൻറ്റ് വന്നു. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. ടി വി ഒക്കെ ഓണാക്കി സോഫയിൽ വന്നിരുന്നപ്പോൾ നമ്മുടെ മദർ എലിഫൻറ്റ് പറഞ്ഞു, നോ ഡിയർ, പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. നോ ഇവിടെ ടി വി ഒന്നും വെക്കാൻ പറ്റില്ല, ടി വി ഓഫാക്കി. ലെറ്റ് us go to the park and do some exercise. നമുക്ക് പാർക്കിൽ പോയി കുറച്ച് എക്സസൈസ് ചെയ്യാം, said the mother elephant. മദർ എലിഫൻറ്റ് പറഞ്ഞു. Why? asked the father elephant. അതെന്താ? For becoming thinner, she replied. നമുക്ക് മെലിയണ്ടേ? അവൾ ചോദിച്ചു. മറുപടി പറഞ്ഞു. What will they do in the park? അവർ പാർക്കിൽ പോവോ? അവരെന്താ അവിടെ ചെയ്യുക? See? Let us read. Every day the family did many exercises. അങ്ങനെ അവർ എന്തൊക്കെ എക്സസൈസ് ചെയ്തു? ഒരുപാട് എക്സസൈസ് ചെയ്തു. എന്തൊക്കെ? സ്ട്രെച്ചിങ്, ബെൻഡിങ്, ജോഗിങ്, സിറ്റപ്സ്, cycling. They did so many exercises. Everyone got tired. But there was no thinning. പക്ഷെ എന്ത് മാത്രം സംഭവിക്കുന്നില്ല? ആരും മെലിയുന്നില്ല. This will not work. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. We cannot be thinner. നമുക്ക് മെലിയാൻ കഴിയില്ല. Elephants are always fat, said Luke. ലൂക്ക് പറഞ്ഞു, ആനയല്ല എപ്പോഴും തടിച്ചിട്ടാണ്, നമ്മൾ മെലിയൊന്നുമില്ല. No, we must try harder, said the mother elephant. അമ്മ പറഞ്ഞു, അതൊന്നുമില്ല, നമ്മൾ ഹാർഡായിട്ട് നല്ലോണം ശ്രമിച്ചാൽ നമുക്ക് പറ്റും. She wiped her sweat with a towel. ഒരു ടവൽ എടുത്ത് അവരുടെ വേർപ്പ് തുടച്ചുകൊണ്ടും പറഞ്ഞു, ഡു യു ലൈക്ക് തിൻ എലിഫൻറ്റ്സ്? നിങ്ങൾക്ക് മെലിഞ്ഞ ആനകൾ ഇഷ്ടമാണോ? രസമുണ്ടാവോ ആനകൾ മെലിഞ്ഞാൽ? സി, ദേ ഓൾ ആർ ഡൂയിങ് സോ മെനി എക്സസൈസസ്. ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? സിറ്റപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെയോ സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല എക്സസൈസ് ചെയ്യുന്നുണ്ട്. Now let us read. Listen to your teacher. Coconuts, bitter gourds, salads every day. The elephant kids got fed up with the food. We want tasty food, they said together. Then the doorbell rang. ദിവസവും തേങ്ങയും കൈപ്പക്ക ജ്യൂസും സാലഡും അവർക്ക് മടുത്തു. ദെൻ അവർ പറഞ്ഞു, we want tasty food, നമുക്ക് ടേസ്റ്റി ഫുഡ് വേണം, എല്ലാവരും പറഞ്ഞു. അപ്പോഴാണ് ബെല്ല് അടിച്ചത്. Who is at the door? ആരായിരിക്കും ഡോറിൻ്റെ അടുത്തുണ്ടാവുക? The doorbell rang. The mother elephant opened the door. മദർ എലിഫൻ്റ് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ, here is a parcel for you. The elephant at the doorstep said, it was a parcel from grandma. It was a parcel from grandma. The grandma കൊടുത്തയച്ച പാർസലാണ്. What is inside? Everyone stared at the box. എല്ലാവരും ബോക്സിനെ തുറച്ചു നോക്കി, എന്താ അതിനകത്ത്? The father opened the parcel. ഫാദർ പാർസൽ തുറന്നു. What is inside the packet? എന്തായിരിക്കും പാക്കറ്റിനകത്ത് ഉണ്ടാവുക? Yes, let us read. Wow, a cake! The children danced with joy. Ayyo, cake! What a sweet smell! എന്തൊരു രസമുള്ള മണം. Luke touched the cake with his trunk. ലൂക്ക് അവൻ്റെ ട്രങ്ക് കൊണ്ട് ആ കേക്ക് തൊട്ടു. Look at its color. അതിൻ്റെ കളറ് നോക്ക്. ഡെല്ല പറഞ്ഞു. There are flowers on it. Brown added. Brown പറഞ്ഞു, there are flowers on it. കേക്കിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. Mom, please cut it. I want a cake now. അമ്മ അതൊന്നും മുറിക്കുന്ന, എനിക്ക് ഇപ്പം തന്നെ കേക്ക് വേണം. The baby elephant cried. The mother came near. അമ്മ വന്നു. She smelled the cake. അമ്മ ആ കേക്ക് മണപ്പിച്ചു. What will the mother do? എന്തായിരിക്കും അമ്മ ചെയ്യുന്നത്? See, they all are looking at the cake. Let us read. It is yummy, but ഇത് yummy തന്നെ. But പക്ഷേ everybody looked at the mother. എല്ലാവരും അമ്മയെ നോക്കി. We will not eat it. നമ്മളിത് കഴിക്കില്ല. Let us keep it for guest. ഗസ്റ്റിന് വേണ്ടി നമുക്കിത് വെക്കാം. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വിരുന്നുകാർ. The mother said. അമ്മ പറഞ്ഞു. She put the cake in the fridge. അമ്മ
കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. വാട്ട് വിൽ ദ എലിഫന്റ് കിഡ്സ് ഡു നൗ? എന്താ എലിഫന്റ് കിഡ്സ് ഇനിയിപ്പോൾ ചെയ്യുക? ഷീ കെപ്റ്റ് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. Listen to your teacher. All were thinking about sweet cake. They talked about the cake in a whole day. What will they talk about the cake? എല്ലാവർക്കും കേക്കിനെ കുറിച്ച് തന്നെ. ഒന്നാമതേ കയ്പ് നീരും കുടിച്ച് വിശന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഇങ്ങനെ കാണുന്നതല്ലേ. അപ്പം എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആഫ്റ്റർ സപ്പർ ഓൾ വെൻ ടു ബെഡ്. സപ്പർ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്നത്, ലഞ്ച് ഉച്ചക്ക് കഴിക്കുന്നത്, രാത്രി കഴിക്കുന്നത് സപ്പർ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ബെഡിൽ പോയി. വെൻ വിൽ ഗസ്റ്റ് വിസിറ്റേഴ്സ്? എപ്പോഴാണ് അവിടെ ഒരു ഗസ്റ്റ് വരിക? ദ ബേബി എലിഫന്റ് ആസ്ക്ഡ്. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? അതെന്തിനാ നിനക്ക് ഗസ്റ്റ് വരണമെന്ന് ആശ? ബ്രൗൺ ആസ്ക്ഡ്. മോം വിൽ കട്ട് ദ കേക്ക് ദെൻ. അപ്പോഴേ അമ്മ കേക്ക് കട്ട് ചെയ്യൂ. സെഡ് ദ ബേബി എലിഫന്റ്. ബേബി എലിഫന്റ് പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്പോഞ്ച് കേക്ക്. അതൊരു സ്പോഞ്ച് കേക്കാ. ല്യൂക്ക് സെഡ്. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. അതിന് മുകളിൽ വെച്ച ഫ്ലവേഴ്സൊക്കെ ഷുഗർ കൊണ്ട് ഉണ്ടാക്കിയതാ. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. നാവ് ഇങ്ങനെ ഞൊട്ടി ഇങ്ങനെ പറഞ്ഞു. എവ്രി വൺ തോട്ട് അബൌട്ട് ദ കേക്ക്. എല്ലാവരും ആ കേക്കിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. ചിന്തിച്ചു. ദി കുഡിൻറ്റ് സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിൽ ദ മദർ ഗേവ് ദം ദ കേക്ക്. അമ്മ അവർക്ക് കേക്ക് കൊടുക്കുമോ? സി ഓൾ ആർ ടോക്കിംഗ് അബൌട്ട് ദ കേക്ക്സ് ആൻഡ് ദേ കനോട്ട് സ്ലീപ്പ്. നൗ ലെറ്റ് us read. The mother elephant too was eager to taste the cake. അമ്മക്കും ഈഗർ. രാത്രിയായി, ഇരുട്ടായപ്പോൾ ഷീ ഗോട്ട് അപ്പ്. അവൾ മെല്ലെ എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ്. എല്ലാവരും ഉറങ്ങായിരിക്കും. ഷീ തോട്ട്. അവൾ വിചാരിച്ചു. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. മെല്ലെ ക്വയറ്റ്ലി ടു ദ കിച്ചണിലേക്ക് പോയി. സ്ലോലി ഷീ ഓപ്പൺ ദ ഫ്രിഡ്ജ് ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. മെല്ലെ ആ കവറെടുത്തു. എന്നിട്ട് വാട്ട് എ സ്വീറ്റ് സ്മെൽ. എന്തൊരു സ്വീറ്റ് സ്മെല്ലാ. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് കേക്ക്. അവളുടെ കണ്ണടച്ച് ആ കേക്കിൻ്റെ മണം ഇങ്ങനെ ആസ്വദിച്ചു. ഷീ എൻജോയ്ഡ് ദ സ്മെൽ ഓഫ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദ കേക്ക്. ഹർ മൗത്ത് വാട്ടർ. വായ നിറച്ച് ഇങ്ങനെ വെള്ളം, കപ്പലോടിക്കാനുള്ള വെള്ളം വന്നു. വിൽ എനിബഡി സീ ഹർ? ആരെങ്കിലും അമ്മയെ കാണോ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്? അമ്മ ആ മുഴുവൻ കേക്കും കഴിക്കോ? അത് ഓപ്പൺ ദ പാക്കറ്റ്. അമ്മ പാക്കറ്റ് പൊട്ടിച്ചു. അലാസ്, there was only one piece left. ഈശ്വര, അലാസ്, ഒരു പീസ് മാത്രമല്ലേ ബാക്കിയുള്ളൂ. വേർ ആർ ദ അതർ പീസസ്? എവിടെ പോയി ബാക്കി പീസസ് എല്ലാം? ഹു ate them? ആരതെല്ലാം കഴിച്ചത്? എനിവേ ഐ വിൽ eat this. എന്തായാലും സാറില്ല, ഇത് ഞാൻ കഴിക്കാൻ പോവാം. ഷീ took the last piece from the packet. അങ്ങനെ ലാസ്റ്റ് പീസ് എടുത്ത് അമ്മ കഴിക്കാൻ പോകുമ്പോൾ ഗോട്ട് യു. സഡൻലി ഷീ ഹേർഡ് എ വോയിസ്. പിടിച്ചേ, ഗോട്ട് യു എന്നാരോ പറഞ്ഞു. ആരായിരിക്കും? സഡൻലി ദ മദർ എലിഫന്റ് ഹേർഡ് എ വോയിസ്. ഹൂ സെഡ് ദാറ്റ്? ആരായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക? സി, ലെറ്റ് us look at the picture. എല്ലാവരും അമ്മയെ നോക്കല്ലേ. സോ ലെറ്റ് us read it. The mother elephant turned the light on. അമ്മ ലൈറ്റ് ഓൺ ചെയ്തു. The father and the kids were under the table. എല്ലാവരും എവിടെയാ? Under the table. They all were eating the cake. They are all eating the cake. You all here? I came to catch the thieves. ഞാനിവിടെ കള്ളന്മാരെ പിടിക്കാൻ വന്ന, തീവ്സിനെ ക്യാച്ച് ചെയ്യാൻ വന്നതാ. The mother said with a shy smile. നാണത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. But we caught the thief. Della laughed aloud. പക്ഷെ നമ്മൾ കള്ളിയെ പിടിച്ചേ. ആര് പറഞ്ഞു? ഡെല്ല പറഞ്ഞു. What will the mother do now? ഇപ്പം എന്തായിരിക്കും അമ്മ ചെയ്യുക? Yes, let us read. Mother ate the last piece of cake with a smile. ചിരിച്ചുകൊണ്ടും ആ കേക്ക് കഴിച്ചു. Mom, don't you want to be thin? അമ്മക്ക് മെലിയണ്ടേ? Asked the baby elephant. Baby elephant ചോദിച്ചു. Yes, of course. We will eat cakes today. മെലിയണം, ഇന്ന് കേക്ക് കഴിക്കാം. And tomorrow we will work out even harder. നാളെ കുറച്ചും കൂടെ നല്ലോണം നമ്മൾ വർക്കൗട്ട് ചെയ്യും. The mother said. Cake is the secret of my energy, said the baby elephant. Baby elephant പറഞ്ഞു, കേക്കാണ് എൻ്റെ എനർജീൻ്റെ സീക്രട്ട്, രഹസ്യം എന്ന് പറഞ്ഞ ബേബി എലിഫൻറ്റ് പറഞ്ഞു.
Everyone laughed and went to the bed. എല്ലാവരും ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് പോയി. So, it's a nice story, is it? Now, let us sing a song. If you meet an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I am glad to meet you, elephant. I would like to dance with you. If you meet a parrot on a rainy day, what would you do? What would you say? I would say, good morning, parrot. How do you do? I am glad to meet you, parrot. I would like to dance with you. So this is a nice poem by Lene Guenter. Now, arrange the events in the story in proper order. Here you want to arrange the story in a proper. Grandma sent a cake to elephant family 1. പിന്നെ the elephant kids wanted to eat the cake 2. But the mother kept the cake in the fridge 3. പിന്നെ 4 ഏതാ? At the night father and elephant. This one is 4. പിന്നെ the mother elephant walked quietly to the kitchen. Then we caught the thief. The mother felt ashamed. Now that you take here and write it here. അതിനെ ശരിയാക്കിയിട്ട് ഇവിടെ എഴുതണം കറക്റ്റ് ഓർഡറിൽ. ഓക്കെ. Now caterpillar story, read and rejoice. Lily and the bear. Here you can see a little girl. Her name is Lily. She has a toy. Its name that is a bear. Lily had a toy. It was a beautiful teddy bear. Its name was Bella. You can see she is playing with Bella. Bella had shining blue eyes. It had a red cap and brown tie. Bella could make whoop whoop sound. Here you can see she is crying and that bear is missing from here. One day Lily found Bella missing. She felt sad. She searched it everywhere. She searched even outside the house. Lily found Bella's red cap near the gate. She saw the footprints of Big Bear there. She found the footprints of a big bear. ഒരു ബിഗ് ബെയറിൻ്റെ footprints അവിടെ കണ്ടു. Then I must find my Bella. Lily took some buns and bottle of water in her bag. She started walking following the footprints. ആ footprints നോക്കി അവൾ നടന്നു. She went to the forest. Lily reached a forest nearby. She saw a big bear sitting under a tree. അവൾ ഒരു ബിഗ് ബെയർ ട്രീൻ്റെ താഴെ ഇരിക്കുന്നത് കണ്ടു. Bella was in its hands. It is my teddy. Give it back, Lily said. No, the bear growled. Growl means bear ഉണ്ടാക്കുന്ന സൗണ്ടിൻ്റെയാണ്. നോ എന്ന് പറഞ്ഞത് എൻ്റെ ബെയറാണെന്ന് പറഞ്ഞു. എൻ്റെ ടെഡിയാണ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തില്ല. I want my Bella back, Lily shouted. Take it from me if you can, said the bear. കഴിയുമെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എടുത്തോ. I will, Lily said boldly. ഞാൻ എടുക്കും. Are you strong? Then prove it. അത്ര ശക്തിയുണ്ടോ നിനക്ക്? എന്നാ കാണിക്ക്. Sure, said Lily. Lily പറഞ്ഞു. And the bear took a stone. He crushed it into pieces. ഒരു കല്ലെടുത്തിട്ട് അതിനെ കഷ്ണമാക്കി. എന്നിട്ട് പറഞ്ഞു, Look how strong I am. Can you do this? Challenged the bear. നോക്ക്, എൻ്റെ ശക്തി കണ്ടോ നീ? നിനക്കിതുപോലെ കഴിയോ? Of course, said Lily. Lily പറഞ്ഞു. And Lily എന്ത് ചെയ്തു നോക്കാം. Lily had an idea. അവൾക്കൊരു സൂത്രം തോന്നി. She took a bun and wet it secretly. ഒരു ബണ്ണെടുത്ത് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു. Then she pressed the bun with her hands. എന്നിട്ട് ബണ്ണ് പ്രസ് ചെയ്തിട്ട് water dripped down from it. അപ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒഴിച്ച വെള്ളമെല്ലാം പുറത്തേക്ക് വരും അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത് നോക്കാം. ലുക്ക്, I can squeeze water out of a stone. എനിക്ക് ഒരു സ്റ്റോൺ പിഴിഞ്ഞ് വെള്ളം വരുത്തിക്കാൻ വരെ കഴിയും, said Lily.
Oh, she is stronger than me, the bear wondered. അയ്യോ, ഇവളെന്നെക്കാളും ശക്തിയുള്ളവളാണ്. ബെയർ അത്ഭുതപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ബെയർ വേറൊരു സൂത്രം കാണിച്ചു. The bear played another trick. He pointed a large honeycomb on a rock. ഒരു വലിയ ഹണികോംബ്, തേനീച്ചക്കൂട് കാണിച്ചു കൊടുത്തു. Look there, bring the honeycomb to me. If you win, you will get the teddy back. നോക്ക്, ആ ഹണികോംബ് എനിക്ക് കൊണ്ടു തന്നാൽ ഞാൻ ടെഡിയെ തിരിച്ചു തരാം. അങ്ങനെ അവൾ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, ദാറ്റ് ഈസ് സോ സിമ്പിൾ. ഓ, അത് ചെറിയ കാര്യം, സെഡ് ലില്ലി. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാഗ്. ഒരു സ്ലിംഗ് ഷോട്ട് എടുത്ത്, സ്ലിംഗ് ഷോട്ട് ആണ് തെറ്റാലി. അതെടുത്തിട്ട് എന്ത് ചെയ്തു? ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ഹണികോംബ്. ഹണികോംബിൻ്റെ നേരെ ഒരു കല്ലെടുത്ത് ഷോട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഹണികോംബ് ഫെൽ ഡൗൺ. ഹണികോംബ് താഴെ വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. ഹണി ചുറ്റിലും സ്പ്ലാഷ് ചെയ്തു, തെറിച്ചു. Hooray, honey! You honey! The bear threw the teddy away and rushed towards the honeycomb. ആ ടെഡിയൊക്കെ എറിഞ്ഞ് ഹണികോമ്പിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോഴോ എന്നിട്ട് എന്ത് പറഞ്ഞു? യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. നീ എന്നെക്കാളും ശക്തിയുള്ളന്നെ. ടേക്ക് യുവർ ടെഡി. ടെഡീനെ എടുത്തിട്ട് പോയിക്കോ. ആൻഡ് താങ്ക് യു ഫോർ ദ ഹണി, സെഡ് ദ ബെയർ. ഒരു താങ്ക് യു കൂടെ പറഞ്ഞു. ലില്ലി ടുക്ക് ബെൽ ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. സോ ഇറ്റ്സ് എ നൈസ് സ്റ്റോറി. Now, look at the pictures and select the sentences suitable to them. Write the sentence in the box below. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് അത് എവിടേക്ക് മാച്ച് ആവുമെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ എഴുതണം. Lily shot a stone at the honeycomb. ഏതാത്? This one. Is it? Yes, ഈ ഒരു ചിത്രം. Now, Lily pressed the button. Which is that? Yes, Lily pressed the button here. Lily saw a big bear under a tree. This one. Lily saw a big bear under the tree. Then the bear crushed the stone into pieces. Yes, this one. The bear crushed the stone into pieces. The honeycomb fell down. Which is that? Yes, honeycomb fell down. Then Lily saw footprints of a big bear. Which one? Yes, this one. Footprints kandu. Okay. So this is a nice story. See you with the activities. Till then, bye bye and take care.